നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവം. വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധിച്ച് അടപ്പിച്ചു. SSLC പരീക്ഷാഫലം മെയ് 15 പ്രസിദ്ധീകരിക്കും. 22 ഹയർ സെക്കൻഡറി ഫലം. ബോർഡ് യോഗങ്ങൾ പൂർത്തീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഫലപ്രഖ്യാപനം നടത്തും. മൂല്യനിർണയ ക്യാമ്പുകൾ അവസാന ഘട്ടത്തിൽ. പോരുവഴിയിൽ വിദ്യാർത്ഥിക്ക് സൂര്യാഘാതമേറ്റു. നടുവില്ലേമുറി സ്വദേശി ദേവനന്ദനാണ് സൂര്യാഘാതമേറ്റത്. വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് സൂര്യാഘാതമേറ്റത്. പുനലൂർ മുക്കടവ് എലിക്കാട്ടൂർ റോഡിൽ മാലിന്യം നിറയുന്നു. ദുർഗന്ധം മൂലം യാത്രക്കാരും നാട്ടുകാരും ബുദ്ധിമുട്ടുന്നു. പ്ലൈവുഡ് ഫാക്ടറിക്ക് സമീപമാണ് മാലിന്യം തള്ളുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ ഹർത്താൽ ഭാഗികം. ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. അടൂരിൽ KSRTC ബസ്സുകൾ തടഞ്ഞവരെ പോലീസ് നീക്കം ചെയ്തു. കുണ്ടറയിലും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച സംസ്ഥാനത്ത് വിവിധ ദളിത് സംഘടനകളുടെയും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമാണ്. മിക്കയിടത്തും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. അടൂരിൽ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലായി പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. സമരാനുകൂലികൾ കുണ്ടറ മുളവനയിൽ വാഹനങ്ങൾ തടഞ്ഞു. തുടർന്ന് നഗരത്തിൽ പ്രകടനവും നടത്തി. ചവറയിൽ ഹർത്താൽ ഭാഗികമായിരുന്നു. KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി. സ്വകാര്യ വാഹനങ്ങളും നിരത്തിലുണ്ടായിരുന്നു. മിക്ക വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ ഇത് നേരിയ സംഘർഷത്തിനും കാരണമായി. ആലപ്പുഴയിൽ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയെ ഹർത്താൽ അനുകൂലികൾ ആക്രമിച്ചതായി പരാതി ഉയർന്നു. ഇതിൽ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. രോഹിത് വെമുല നിയമം നടപ്പാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളും ചേർന്നാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ പദ്ധതിയിലെ ആദ്യഘട്ട നറുക്കെടുപ്പിന്റെ സമ്മാനദാനം നടന്നു. കൊല്ലം ജില്ലയിൽ നിന്നും ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായി ലഭിച്ചത് മൈലാപ്പൂർ സ്വദേശി ഷെബിനയ്ക്കാണ്. സമ്മാനദാന ചടങ്ങ് കൗൺസിലർ P. രാജേന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കൊല്ലം CTVയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കേരള വിഷന്റെ കണക്ട് ആൻഡ് വിൻ പദ്ധതി പ്രകാരം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്ക് 2 കോടി രൂപ വില വരുന്ന സമ്മാനങ്ങളാണ് നൽകുന്നത്. പുതിയ കണക്ഷൻ എടുക്കുന്ന ഉപഭോക്താക്കൾക്കും 6 മാസം 1 വർഷം പ്ലാനുകൾ ചെയ്തിട്ടുള്ള വരിക്കാരിൽ നിന്നുമാണ് ഭാഗ്യശാലികളെ തെരഞ്ഞെടുക്കുന്നത്. ഭാഗ്യശാലികൾക്ക് EV സ്കൂട്ടറും TVയും ബമ്പർ സമ്മാനമായി EV കാറുമാണ് നൽകുന്നത്. ആദ്യഘട്ട നറുക്കെടുപ്പിൽ കൊല്ലം ജില്ലയിൽ നിന്നും ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായി ലഭിച്ചത് മൈലാപ്പൂര് സ്വദേശിനി ഷെമിനായിക്കാണ്. കൊല്ലം CTVയിൽ നടത്തിയ സമ്മാനദാന ചടങ്ങ് പുന്തലത്താഴം ഡിവിഷൻ കൗൺസിലർ P. രാജേന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ അതിനകത്ത് എന്തെങ്കിലും വരിക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ വിളിച്ചു പറഞ്ഞ ഉടൻ തന്നെ ആ വീടുകളിൽ എത്തിച്ചേർന്ന് അതിന് പരിഹാരം കാണുകയും മെച്ചപ്പെട്ട സേവനം നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെയാണ്.
അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. 2 കോടി രൂപയ്ക്ക് ഈ വരിക്കാർക്ക് അവർക്ക് സമ്മാനങ്ങൾ ഇങ്ങനെ ഓരോ വർഷവും ഇതുപോലുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ച് അവർക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള സമ്മാനങ്ങൾ നൽകുന്നു. 1ാം സമ്മാനമായിട്ട് കാറും അതുപോലെ തന്നെ TV, സ്കൂട്ടർ ഇതെല്ലാം കൊടുക്കുന്നത്. അത് വളരെയധികം നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമായിട്ടാണ് ഞാൻ കാണുന്നത്. കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും മേഖലാ കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ പാലത്തറ ഡിവിഷൻ കൗൺസിലർ ഡെസ്റ്റിമോണ താക്കോൽ ദാന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും CTV MD-യുമായ സാജൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ബോർഡ് അംഗം സുരേഷ് ബാബു, COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് മുരളീകൃഷ്ണൻ, കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് എസ് പിള്ള, ജില്ലാ ട്രഷറർ സുനിൽ, വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സൗത്ത് വോയിസ് എക്സിക്യൂട്ടീവ് അംഗവുമായ താജുഗോപാൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമീർ ഖാൻ, കൊല്ലം മേഖലാ സെക്രട്ടറി നരേന്ദ്രപ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, CTV ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, സൗത്ത് വോയിസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പലരും ഈ സമ്മാന പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്, ബമ്പർ സമ്മാനമൊക്കെ വലിയ രീതിയിൽ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ചിലതൊക്കെ കൊടുത്തിട്ട് മുഴുവൻ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ല. പക്ഷെ കേരള വിഷൻ ഇന്ന് ഈ പറയുന്നത് കാര്യം 6 മാസമായിട്ട് നീണ്ടുനിൽക്കുന്ന ഈ സമ്മാന പദ്ധതിയാണ്. ഇത് മുഴുവൻ കൃത്യമായിട്ട് അതിന്റെ നറുക്കെടുപ്പൊക്കെ ഓരോ മാസങ്ങളും നടത്തി ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ സൂചിപ്പിച്ച തന്നെ 15ഓളം ബൈക്കുകളും 15ഓളം TVകളും കസ്റ്റമർക്ക് ഇതുപോലെ ഓരോ ജില്ലയിൽ നടക്കുന്ന ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയിൽ കൂടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. SSLC പരീക്ഷാഫലം മെയ് 15-ന് പ്രസിദ്ധീകരിക്കും. 22-നാണ് ഹയർ സെക്കൻഡറി ഫലം. ബോർഡ് യോഗങ്ങൾ പൂർത്തീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാകും ഫലപ്രഖ്യാപനം നടത്തുന്നത്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങളുടെ പ്രഖ്യാപന തീയതികൾ നിശ്ചയിച്ചു. SSLC ഫലം മെയ് 15-നും ഹയർ സെക്കൻഡറി ഫലം മെയ് 22-നും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പരീക്ഷാ ബോർഡ് യോഗങ്ങൾ പൂർത്തിയാക്കി വിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലപ്രഖ്യാപനം നടത്തുക. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ പൂർത്തിയായി വരികയാണ്. ഡേറ്റ എൻട്രി ഉൾപ്പെടെയുള്ള അവസാനഘട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. ഫലം പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് results.kite.kerala.gov.in, prd.kerala.gov.in എന്നീ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെ ഫലമറിയാൻ കഴിയും. ഏപ്രിൽ മാസത്തിൽ പരീക്ഷകൾ അവസാനിച്ചതിനെ തുടർന്ന് വളരെ വേഗത്തിലാണ് ഇത്തവണ മൂല്യനിർണ്ണയ നടപടികൾ പൂർത്തിയാകുന്നത്. മെയ് അവസാന വാരത്തോടെ ഉപരിപഠനത്തിനായുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്. ആയൂരിൽ ഉണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ചെറുവക്കൽ സ്വദേശി അഖിൽ സജിയാണ് മരിച്ചത്. കാറും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കഴിഞ്ഞ ദിവസം രാത്രി ആയൂർ ഇളമാടിലാണ് വാഹനാപകടമുണ്ടായത്. അപകടത്തിൽ ചെറുവക്കൽ പുല്ലുവിള വീട്ടിൽ 26-കാരനായ അഖിൽ സജി മരിച്ചു. രാത്രി 8:30-യോടെയായിരുന്നു അപകടം. ഇളമാട് ഭാഗത്തു നിന്നും ചെറുവക്കലേക്ക് പോവുകയായിരുന്ന അഖിൽ സഞ്ചരിച്ച ബൈക്കിൽ കാരാളികോണം സ്വദേശികൾ സഞ്ചരിച്ച കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായി തകർന്നു. ഇളമാട് ചിറമുക്കിനും ഇടത്തറപ്പണയ്ക്കും ഇടയിലായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊല്ലം ജില്ലാ കൗൺസിലിന്റെ പ്രഥമ പ്രസിഡന്റും RSP നേതാവുമായിരുന്ന ചവറ V വാസുപിള്ള അന്തരിച്ചു. ചവറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്. സംസ്കാരം 30-ന് വൈകിട്ട് വീട്ടുവളപ്പിൽ നടക്കും. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, RSP ചവറ മണ്ഡലം സെക്രട്ടറി, ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് ചെയർമാൻ, ചവറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, KMML ഡയറക്ടർ ബോർഡ് അംഗം, UTUC സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ചവറ V വാസുപിള്ളയാണ് അന്തരിച്ചത്. 92 വയസ്സായിരുന്നു. വാസുപിള്ളയുടെ ഭൗതിക ശരീരം 30-ന് രാവിലെ 10:30-ന് ചവറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ചവറ സർവീസ് സഹകരണ ബാങ്കിലും N ശ്രീകണ്ഠൻ നായർ ITIയിലും പൊതുദർശനമുണ്ടായിരിക്കും. തുടർന്ന് RSP ചവറ മണ്ഡലം കമ്മിറ്റി ഓഫീസായ ബേബി ജോൺ ഷഷ്ടിബ്ദ പൂർത്തി സ്മാരകത്തിൽ കൊണ്ടുവരികയും അവിടെയും പൊതുദർശനം നടത്തും. തുടർന്ന് വിലാപയാത്രയായി വീട്ടിലെത്തിച്ച് വൈകിട്ട് 4-ന് സംസ്കരിക്കും. ന്യൂസ് ബ്യൂറോ, ചവറ. LPG ടാങ്കർ അപകടത്തിൽപ്പെട്ടു. ദേശീയപാതയിൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിന് സമീപം കരോട്ട് ജംഗ്ഷനിൽ പുലർച്ചെ 12:40-നായിരുന്നു സംഭവം. പാരിപ്പള്ളി പ്ലാന്റിൽ നിന്നും കൊച്ചി ഉദയം പേരൂരിലേക്ക് പോവുകയായിരുന്നു ടാങ്കർ. ബൈക്ക് അപകടകരമായി ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ടാങ്കർ വെട്ടിത്തിരിക്കുകയും റോഡിന്റെ വശത്തേക്ക് ചരിയുകയുമായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ മാറ്റുന്നതിനിടെ ബുള്ളറ്റിന്റെ പിൻവശത്ത് മുകളിലുള്ള ഗേജ് ഒടിഞ്ഞ് ഗ്യാസ് വേപ്പർ ലീക്കായി. വാഹനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ പിന്നാലെ വന്ന ടാങ്കറിൽ നിന്നും സ്പെയർ ഗേജ് ഉപയോഗിച്ച് ചോർച്ച ഒഴിവാക്കി വെള്ളം പമ്പ് ചെയ്ത് അപകടാവസ്ഥ ഒഴിവാക്കുകയായിരുന്നു. ചുട്ടുപൊള്ളുന്ന വേനലിൽ സഹജീവികൾക്കും കാൽനട യാത്രക്കാർക്കും ദാഹമകറ്റാൻ വീടിന് മുന്നിൽ ശീതീകരിച്ച കുടിവെള്ളം നൽകുകയാണ് കുഞ്ഞുമോൻ.
കഴിഞ്ഞ 3 വർഷമായി യാത്രക്കാർക്കായി വീടിന് മുന്നിൽ മൺകൂജയിൽ കുടിവെള്ളം നൽകുന്നുണ്ട് ഇദ്ദേഹം. കൊല്ലം വാളത്തുങ്കൽ സ്വദേശിയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഹാഷിം എന്ന കുഞ്ഞുമോൻ. കൊല്ലം വാളത്തുങ്കൽ ഫാത്തിമ മെൻസിലിൽ ഹാഷിം എന്ന് വിളിക്കുന്ന കുഞ്ഞുമോനാണ് കഴിഞ്ഞ 3 വർഷമായി വേനലിൽ യാത്രക്കാർക്ക് ദാഹമകറ്റാനായി വീടിന് മുന്നിൽ മൺകൂജയിൽ ജലം നൽകുന്നത്. മനുഷ്യർക്കു മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും രാവിലെ മുതൽ പല ഭാഗങ്ങളിലും ഇദ്ദേഹം വെള്ളം നിറച്ചു വയ്ക്കും. വീടിന് മുന്നിൽ രാവിലെ 8-ന് മൺകൂജയിൽ തണുപ്പിച്ച വെള്ളം എത്തിക്കും. തീരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും നിറച്ചുകൊണ്ടിരിക്കും. ഇത് രാത്രി 8 വരെ നീളും. നേരത്തെ കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു കുഞ്ഞുമോൻ ജോലി ചെയ്തിരുന്നത്. വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ ജോലി ചെയ്തപ്പോൾ മുതലുള്ള അനുഭവമാണ് വേനൽക്കാലത്ത് തന്റെ വീടിന് മുന്നിൽ ദാഹിക്കുന്നവർക്കായി വെള്ളം നൽകാനുള്ള തീരുമാനം. ഞാനിവിടെ എല്ലാ വർഷവും ഇവിടെ തണുത്ത വെള്ളം വെക്കാറുണ്ട്. ഈ വർഷം കൂടുതൽ ചൂടാണ്, അതുകൊണ്ട് കൂടെ തണുത്ത വെള്ളം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സംഭരിച്ച് കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിച്ച് വരുന്നവർക്ക് ആവശ്യം പോലെ കുടിക്കാം. തീരുന്നതനുസരിച്ച് വീണ്ടും ഞാൻ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ രാവിലെ 8 മണിക്ക് വെക്കും. 8 മണിക്ക് വെച്ചിട്ട് വീണ്ടും ഉച്ചയ്ക്ക് വീണ്ടും അടുത്ത തണുത്ത വെള്ളം വീണ്ടും സ്റ്റോർ ചെയ്യും. പിന്നെ നമ്മളിവിടെ പക്ഷി മൃഗാദികൾക്കും പട്ടി പൂച്ചയ്ക്കും എല്ലാം നമ്മളപ്പുറം സൈഡിൽ പ്രത്യേകം വെള്ളം വെച്ചു കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ ഇത്തിരി നമ്മളെ കൊണ്ടുവെക്കുന്ന കണക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ വഴിയാത്രക്കാർക്ക് വേണ്ടിയാണ് ഈ വെള്ളം നമ്മളിവിടെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നതും. അവരുടെ ഇഷ്ടത്തിന് വന്ന് കുടിക്കാൻ കുടിച്ച് തീരുന്നതനുസരിച്ച് ഞാൻ അടുത്തത് കുറേശ്ശെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഞാനൊരു 3-4 വർഷം ഉണ്ട്. വേനൽ അവസാനിച്ച് മഴ എത്തിയതിനു ശേഷം മാത്രമാകും ഇവിടെ നിന്നും മൺകൂജയും വെള്ളവും എടുത്തു മാറ്റുക. കുഞ്ഞുമോന് സഹായിയായി ഭാര്യ ജുബൈലിയും ഉണ്ടാകും. കുഞ്ഞുമോൻ എന്തെങ്കിലും ആവശ്യത്തിനായി പുറത്തേക്ക് പോകുമ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് ജുബൈലിയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം മെയ് 1-ന് നടക്കും. 8 വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. മന്ത്രി KN ബാലഗോപാൽ വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2022 KSSPU കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് നിർധന കുടുംബങ്ങളെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നത്. കൊല്ലം ജില്ലയിലെ 17 ബ്ലോക്കുകളിലും പദ്ധതി ആരംഭിച്ചു. 8 വീടുകളാണ് പൂർത്തീകരിച്ചത്. ആ 17 ബ്ലോക്കിലും ഒരു ബ്ലോക്കിൽ ഒരു വീട് എന്ന് പറയുമ്പോൾ 10 ലക്ഷം രൂപ അടങ്കൽ തുക, 550 സ്ക്വയർ ഫീറ്റ്, 2 ബെഡ്റൂം വിത്ത് ടോയ്ലറ്റ് വിത്ത് ബാത്ത് അറ്റാച്ച്, അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഹാൾ, കിച്ചൺ, ചെറിയ മുറ്റമടക്കമുള്ള ഒരു വീട് വിഭാവന ചെയ്തുകൊണ്ട് 31ാം സമ്മേളനം ശാസ്താംകോട്ടയിൽ വെച്ച് കൗൺസിൽ തീരുമാനിച്ച അവസരത്തിൽ ചില പെൻഷൻകാർ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുള്ളവർ ചോദിച്ചു, എന്തിനാണ് ഈ സംഘടന വീട് ചെയ്തു കൊടുക്കുന്നത്? ഗവൺമെന്റ് ഇപ്പോൾ തന്നെ അറിയാം, നമുക്ക് 5 ലക്ഷം വീടുകൾ ഈ ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. എന്നാൽ ഞങ്ങളതിൽ കണ്ടത് ഈ ഗവൺമെന്റ് കൊടുത്ത വീടുകളിൽ സാങ്കേതിക കാരണങ്ങളാൽ കൊടുക്കാൻ കഴിയാത്തവരെ നോംസിന്റെ അടിസ്ഥാനത്തിൽ മന്ദബുദ്ധികളായിട്ടുള്ളവർ, വിധവകളായിട്ടുള്ളവർ, അതുപോലെ തന്നെ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിന്ന ഏക ഒരു കണ്ടീഷൻ, നമ്മൾ വീട് കൊടുക്കുമ്പോൾ പെൻഷൻകാരല്ലാത്തവർക്ക് കൊടുക്കുകയും. KSSPU കൊല്ലം ടൗൺ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ 2024 ഭവന നിർമ്മാണ പദ്ധതി ആരംഭിച്ചത്. ടൗൺ ബ്ലോക്കിലെ 5 യൂണിറ്റുകളായ കടപ്പാക്കട, മുണ്ടക്കൽ, തേവള്ളി, മുളങ്കാടകം, ശക്തികുളങ്ങര എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് അർഹരായ ഗുണഭോക്താവിനെ കണ്ടെത്തുകയായിരുന്നു. മുളങ്കാടകം യൂണിറ്റിൽ തിരുമുല്ലവാരം ഡിവിഷനിൽ മഹാവിഷ്ണു നഗരിൽ പെരുമാലിൽ താമസിക്കുന്ന N ചന്ദ്രശേഖരൻ, K യശോദ ദമ്പതികൾക്കാണ് വീട് നിർമ്മിച്ചത്. 555 സ്ക്വയർ ഫീറ്റുള്ള 10,40,000 രൂപ എസ്റ്റിമേറ്റ് വരുന്ന വീടിന്റെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. വീടിന്റെ താക്കോൽ കൈമാറ്റം മെയ് 1-ന് രാവിലെ നടക്കും. മന്ത്രി KN ബാലഗോപാൽ താക്കോൽ കൈമാറുമെന്ന് KSSPU ജില്ലാ പ്രസിഡന്റ് P ചന്ദ്രശേഖരപിള്ള, ജില്ലാ സെക്രട്ടറി K രാജേന്ദ്രൻ, K സമ്പത്കുമാർ, N നടേശൻ, NP ജവഹർ, H നൌഷാദ, ഡോക്ടർ സുഷമാദേവി എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഞ്ചലിൽ സ്കൂട്ടർ മോഷ്ടാവിനെ പിടികൂടി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് മോഷ്ടാവിനെ പിടികൂടിയത്. കൊട്ടാരക്കര വാളകം അമ്പലക്കര സ്വദേശി അനിയാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. അഞ്ചൽ കുരിശുമുക്കിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശി ദീപുവിന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. കൊട്ടാരക്കര വാളകം അമ്പലക്കര വാഴവിള നെല്ലിമുകളിൽ വീട്ടിൽ അനിയാണ്
സ്കൂട്ടർ മോഷ്ടിച്ചതിന് അറസ്റ്റിലായത്. അഞ്ചൽ കുരിശുമുക്കിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശി ദീപുവിന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. കഴിഞ്ഞ 9-നായിരുന്നു സംഭവം. കടയുടെ വശത്ത് വെച്ചിരുന്ന സ്കൂട്ടർ മോഷ്ടിക്കുകയായിരുന്നു. രാത്രി കടയടച്ചതിനു ശേഷം നോക്കുമ്പോഴാണ് സ്കൂട്ടർ കാണാതായ വിവരം ദീപു അറിഞ്ഞത്. CCTV ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് സ്കൂട്ടർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം കണ്ടത്. തുടർന്ന് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവിനെ ആയൂരിൽ നിന്നും പിടികൂടിയത്. ഇയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയ സ്കൂട്ടർ 8000 രൂപയ്ക്ക് ചടയമംഗലത്തെ ഒരു വർക്ക്ഷോപ്പിൽ വിറ്റതായി അനി പോലീസിനോട് സംബന്ധിച്ചു. അഞ്ചൽ പോലീസ് വർക്ക്ഷോപ്പിൽ നിന്നും സ്കൂട്ടർ കണ്ടെടുത്തു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ദളവാപുരം പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്ന സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ച് വിലയിരുത്തി. നീണ്ടകര തെക്കുംഭാഗം പഞ്ചായത്തുകളെ വേർതിരിക്കുന്നതാണ് ദളവാപുരം പാലം. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം. നീണ്ടകര തെക്കുംഭാഗം പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന ദളവാപുരം പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്ന സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിവലാൽ, വൈസ് പ്രസിഡന്റ് മായാമേരി കോളിൻസ്, അംഗങ്ങളായ പ്രീത, ജോളി പീറ്റർ, സീനിയർ ക്ലർക്ക് ഫെലിക്സ്, തെക്കുംഭാഗം പഞ്ചായത്ത് അംഗം സുരേഷ് എന്നിവർ സന്ദർശിച്ച വിലയിരുത്തിയത്. ദിവസവും 100 കണക്കിന് സ്വകാര്യ വാഹനങ്ങളും KSRTC സ്വകാര്യ ബസ്സുകൾ തുടങ്ങിയവ സർവീസ് നടത്തുന്ന റോഡാണിത്. ഇവിടെയാണ് അപ്രോച്ച് റോഡ് തകർന്നത്. ഇത് യാത്രക്കാരെ ദുരിതത്തിലാക്കിയിരുന്നു. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അതുവരെ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് പാലത്തിലൂടെ കടത്തിവിടുന്നത്. യാത്രക്കാരുമായി എത്തുന്ന ബസ്സുകൾ പാലത്തിന്റെ ഇരുവശത്തുമായി ഗതാഗതം അവസാനിപ്പിച്ച മറ്റ് ബസ്സുകളിൽ യാത്ര തുടരേണ്ടതാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം വൈകുന്നു. പുനലൂർ TB ജംഗ്ഷൻ വട്ടപ്പട ഇടമൺ റോഡിന്റെ പൂർത്തീകരണമാണ് വൈകുന്നത്. 3 കൊല്ലത്തിലധികം കാത്തിരുന്നാണ് റോഡ് ടാർ ചെയ്തത്. കാലാവസ്ഥ അനുകൂലമായിട്ടും തുക അനുവദിച്ചിട്ടും പൂർത്തീകരണം വൈകുകയാണ്. 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടാറിംഗ് പൂർത്തിയാക്കിയ 350 മീറ്റർ ദൂരത്ത് വശങ്ങളുടെ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള ജോലികൾ ഇനിയും നടത്തിയിട്ടില്ല. ടാറിംഗ് പൂർത്തിയാക്കിയ 350 മീറ്റർ ദൂരത്തിന്റെ 75% ഭാഗത്തും വശം കോൺക്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ ടാർ ചെയ്ത ഭാഗത്തു നിന്നും അരയടി വരെ താഴ്ചയാണ് വശങ്ങളിൽ. ഇത് രാത്രികാലങ്ങളിൽ വലിയ അപകടത്തിന് ഇടവരുത്തും. പുറമെ പാർശ്വഭിത്തി നിർമ്മിച്ച ഭാഗങ്ങളിലും മണ്ണിട്ടുയർത്താനും കോൺക്രീറ്റ് ചെയ്യാനുമുണ്ട്. മാർക്കിങ്ങുകളും രേഖപ്പെടുത്താനുണ്ട്. നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പലതവണ കരാറുകാരന് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് മരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമാന്തരമായി പുനലൂർ TB ജംഗ്ഷനെയും ഇടമൺ സത്രമുക്കിനെയും ബന്ധിപ്പിക്കുന്ന 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 350 മീറ്റർ ദൂരമൊഴികെയുള്ള ഭാഗം 3 കൊല്ലം മുമ്പ് ഉന്നത നിലവാരത്തിൽ നവീകരിച്ചതാണ്. ഭൂമി വിട്ടു നൽകുന്നതിനെ ചൊല്ലിയുള്ള ഉടമകളുടെ തർക്കം മൂലമാണ് 350 മീറ്റർ ഭാഗത്ത് നവീകരണം മുടങ്ങിയത്. 1 വർഷം മുമ്പ് PS സുബാൽ MLA ഭൂവുടമകളുമായി ചർച്ച നടത്തിയാണ് പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് ഭൂമി ലഭ്യമാക്കിയത്. തുടർന്ന് നിർമ്മാണത്തിനായി 2023 മാർച്ചിൽ 85 ലക്ഷം രൂപ അനുവദിപ്പിക്കുകയും ചെയ്തു. 2024 ഓഗസ്റ്റിൽ പണി തുടങ്ങിയെങ്കിലും വാഴമൺ ഭാഗത്ത് മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പ്രവൃത്തി വീണ്ടും മുടങ്ങി. പിന്നീട് മതിൽ പൊളിച്ചു നൽകിയെങ്കിലും നിർമ്മാണം പുനരാരംഭിച്ചില്ല. മരാമത്ത് വകുപ്പ് അധികൃതർ കരാറുകാരന് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടെയാണ് റോഡിൽ ടാറിംഗ് പൂർത്തിയാക്കിയത്. ഇതോടെ റോഡ് ഗതാഗത യോഗ്യമായെങ്കിലും വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് ഉയർത്താത്തത് അപകടങ്ങൾക്ക് വഴിവെക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പോരുവഴിയിൽ വിദ്യാർത്ഥിക്ക് സൂര്യാഘാതമേറ്റു. നടുവിലെ മുറി സ്വദേശി ദേവനന്ദനാണ് സൂര്യാഘാതമേറ്റത്. കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. പോരുവഴിയിൽ 10 വയസ്സുകാരന് സൂര്യാഘാതമേറ്റു. വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് സൂര്യാഘാതമേറ്റത്. കുട്ടിയുടെ തോളിനും കൈക്കുമാണ് പൊള്ളലേറ്റത്. നടുവിലെ മുറി തുണ്ടുമേലതിൽ ജിബി കവിത ദമ്പതികളുടെ മകൻ ദേവനന്ദനാണ് സൂര്യാഘാതമേറ്റത്. സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ജലബജറ്റുമായി പുനലൂർ നഗരസഭ. നാടിനെ ജലസമൃദ്ധമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാന തോടുകളുടെ ശുചീകരണം ആരംഭിച്ചു. കരട് ജലബജറ്റ് കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്തു. പുനലൂരിനെ ജലസമൃദ്ധിയിലാക്കാൻ
ജല ബജറ്റ് തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് പുനലൂർ നഗരസഭ. ഇതിന്റെ ഭാഗമായി കരട് ജല ബജറ്റ് 22-ന് ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗം ചർച്ച ചെയ്തു. എല്ലാ ജലസ്രോതസ്സുകളും കണ്ടെത്തി പഠന വിധേയമാക്കും. മഴവെള്ളം ഉൾപ്പെടെ ഒരു വർഷം പുനലൂരിൽ ലഭിക്കുന്ന ജലവും ജലത്തിന്റെ ഉപയോഗവും പഠന വിധേയമാക്കിയാണ് ജല ബജറ്റ് തയ്യാറാക്കുന്നത്. മഴക്കാലങ്ങളിൽ ലഭിക്കുന്ന ജലത്തെ സംഭരിക്കുന്നത് വഴി വേനൽക്കാലത്തും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ പദ്ധതികൾക്ക് രൂപം നൽകും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം സമഗ്രവും വിശദവുമായ ജല ബജറ്റ് തയ്യാറാക്കി നടപ്പാക്കുമെന്ന് ചെയർപേഴ്സൺ MA രാജഗോപാൽ പറഞ്ഞു. വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ നഗരസഭാ പ്രദേശത്തെ ചെറുതും വലുതുമായ എല്ലാ നീരൊഴുക്കുകളും ജലസ്രോതസ്സുകളും ശുചീകരിക്കും. ഇതിന്റെ ഭാഗമായി കല്ലടയാറ്റിലേക്ക് ഒഴുകിയെത്തുന്ന പ്രധാന തോടുകളായ മുറിഞ്ഞകലങ്ക് വെട്ടിപ്പുഴ, ചെമ്മന്തൂർ വെട്ടിപ്പുഴ, ചെമ്മന്തൂർ റോഡ്, സ്റ്റേഡിയം എന്നിവ ശുചിയാക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യും. തോടുകളുടെ സ്വാഭാവിക ഘടന വീണ്ടെടുക്കും. ഇതുവഴി നീരൊഴുക്ക് സുഗമമാക്കും. നടപ്പ് സാമ്പത്തിക വർഷം തന്നെ നഗരത്തെ ജലസമൃദ്ധമാക്കുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ മുക്കടവ് എലിക്കാട്ടൂർ റോഡിൽ മാലിന്യം നിറയുന്നു. ദുർഗന്ധം മൂലം യാത്രക്കാരും നാട്ടുകാരും ബുദ്ധിമുട്ടുന്നു. പ്ലൈവുഡ് ഫാക്ടറിക്ക് സമീപം അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും തള്ളുന്നത് പതിവായിരിക്കുകയാണ്. മുക്കടവ് എലിക്കാട്ടൂർ റോഡിൽ പ്ലൈവുഡ് ഫാക്ടറിക്ക് സമീപമാണ് മാലിന്യ കേന്ദ്രമായി മാറിയത്. അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും ഇവിടെ കുന്നുകൂടുന്ന സ്ഥിതിയാണ്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ എത്തിക്കുന്ന മാലിന്യം ഇവിടേക്ക് തള്ളുന്നത് പതിവായിരിക്കുകയാണ്. ഇതുവഴി മൂക്കുപൊത്താതെ നടക്കാൻ കഴിയില്ലെന്ന് പ്രദേശവാസികളും പറയുന്നു. റോഡരികിലെ താഴ്ന്ന ഭാഗങ്ങളിലും കുറ്റിക്കാടുകളിലുമാണ് മാലിന്യം കുന്നുകൂടുന്നത്. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും തള്ളുന്ന പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളുമാണ് ഇവിടെ കുന്നുകൂടി കിടക്കുന്നത്. രാത്രിയുടെ മറവിൽ പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി തള്ളുന്ന അറവു മാലിന്യങ്ങളാണ് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത്. ഇവ ചീഞ്ഞഴുകി ഉണ്ടാകുന്ന ദുർഗന്ധം കിലോമീറ്ററുകളോളം വ്യാപിക്കുന്നു. മാലിന്യം ഭക്ഷിക്കാനായി എത്തുന്ന തെരുവ് നായ്ക്കളുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ്. ഇരുചക്ര വാഹന യാത്രികർക്കും കാൽനട യാത്രികർക്കും ഇത് ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു. റോഡരികിൽ തള്ളുന്ന പ്ലാസ്റ്റിക് കവറുകളും അറവു മാലിന്യങ്ങളും കല്ലടയാറിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇതോടെ കുടിവെള്ള സ്രോതസ് ഉൾപ്പെടെ മലിനമാകുന്ന സ്ഥിതിയുമുണ്ട്. മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവം. വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധിച്ച് അടപ്പിച്ചു. SSLC പരീക്ഷാഫലം മെയ് 15-ന് പ്രസിദ്ധീകരിക്കും. 22-നാണ് ഹയർ സെക്കൻഡറി ഫലം. ബോർഡ് യോഗങ്ങൾ പൂർത്തീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഫലപ്രഖ്യാപനം നടത്തും. മൂല്യനിർണയ ക്യാമ്പുകൾ അവസാന ഘട്ടത്തിൽ. പോരുവഴിയിൽ വിദ്യാർത്ഥിക്ക് സൂര്യാഘാതമേറ്റു. നടുവില്ലേമുറി സ്വദേശി ദേവനന്ദനാണ് സൂര്യാഘാതമേറ്റത്. വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് സൂര്യാഘാതമേറ്റത്. പുനലൂർ മുക്കടവ് എലിക്കാട്ടൂർ റോഡിൽ മാലിന്യം നിറയുന്നു. ദുർഗന്ധം മൂലം യാത്രക്കാരും നാട്ടുകാരും ബുദ്ധിമുട്ടുന്നു. പ്ലൈവുഡ് ഫാക്ടറിക്ക് സമീപമാണ് മാലിന്യം തള്ളുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.